എന്റെ ഈമാനുള്ള ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നത് ഹലാലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഹലാലിന്റെ വിഷയം ഗൗരവമായി നമ്മുടെ മക്കളെ ഉണർത്തണം. എന്റെ മക്കളെ കയ്യിൽ എന്തെങ്കിലും കാണുമ്പോ മോനെ ഇതെവിടെന്നാണ് നീ സ്വീകരിച്ചത് എന്ന് നമ്മൾ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, എല്ലാം നമ്മുടെ മക്കൾക്കുണ്ടോ? എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മക്കൾക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കുമ്പോ ഈ മക്കളോട് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ടോ? എന്റെ മക്കൾ കൊണ്ടുവന്ന സാധനങ്ങൾ ചെത്തിക്കൊടുക്കാൻ പഴവർഗ്ഗങ്ങളാണെങ്കിൽ നമ്മൾ കത്തിയെടുക്കാറുണ്ട്. പക്ഷേ ആ കത്തിയെന്ന് എടുത്ത് ചെത്തിക്കൊടുക്കുമ്പോ ഇതെവിടുന്നാണ് മോനെ കിട്ടിയത് എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? എല്ലാ സംവിധാനങ്ങളും അല്ലാഹു നമുക്ക് നൽകിയപ്പോ നല്ല വീട് തന്നില്ലേ ഉമ്മ? നല്ല നല്ല സംവിധാനങ്ങൾ അല്ലാഹു തന്നില്ലേ? നമ്മുടെ ഭർത്താക്കന്മാര് വിദേശങ്ങളിൽ പോയി അധ്വാനിച്ചിട്ട് കേവലം റൂമുകളുടെ ഒരു ബെഡ് സ്പേസിന് മാത്രം 1500 ദിർഹം വാടക കൊടുത്തിട്ട് നന്നായൊന്ന് കാലു നീട്ടി കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലത്ത് അവര് ജീവിക്കുന്നു. നാടുകളിൽ അവർക്ക് നല്ല വീടുണ്ട്. എല്ലാം ഇട്ടേച്ച് വിദേശത്ത് പോയി അവർ അധ്വാനിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്റെ ഭാര്യ നോക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ആ മക്കളുടെ ഉമ്മയും വാപ്പയും നിങ്ങളാണ്. വാപ്പയുടെ പരിചരണം ആ മക്കൾക്ക് നിങ്ങൾ നൽകണം. മാത്രമല്ല ആ മക്കളെ ആത്മീയമായ വിശുദ്ധതയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് എല്ലാ പഠന സംവിധാനങ്ങളും നമുക്കുണ്ട്. എല്ലാം കലാലയങ്ങൾ അടച്ചാൽ തന്നെ നമ്മുടെ മക്കളുടെ പഠനം തടസ്സമാകാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കിട്ടാനില്ല. നല്ലൊരു വാപ്പയെ അവർക്ക് കാണാൻ കിട്ടുന്നില്ല. അതേപോലെ ദീനീ മൂല്യങ്ങളുള്ളൊരു കുടുംബാന്തരീക്ഷം അവരനുഭവിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് നല്ല മക്കളെ തന്നു. ആ മക്കളെ പോറ്റാൻ ആവശ്യമായ നല്ല വീട് തന്നു, സാമ്പത്തികമായ നല്ല അഭിവൃദ്ധികൾ തന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടാത്ത രൂപത്തിലുള്ള പ്ലംബിംഗ് സംവിധാനം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ല ബാത്ത് അറ്റാച്ച്ഡ് റൂം തന്നിട്ടുണ്ട്. എല്ലാം തന്നപ്പോഴും നമ്മുടെ ചെറിയ പിഞ്ചുമക്കൾ മണിക്കൂറുകളോളം നജസിലല്ലേ ഉമ്മ? നമ്മുടെ നാടകങ്ങളിൽ ഇപ്പോൾ ഡയപ്പറിന്റെ കാലമാണ്. കുട്ടി പ്രസവിക്കുമ്പോഴേക്കും ചെറിയ കുട്ടിയെ ഡയപ്പറിനുള്ളിൽ പമ്പേഴ്സിനുള്ളിൽ പാക്ക് ചെയ്യുകയാണ്. മണിക്കൂറുകളോളം ഈ മക്കളെ നജസിൽ കിടത്തുകയാണ്. എന്റെ ഉമ്മമാരെ, നമ്മ ഉമ്മ പോറ്റി വളർത്തിയത് ഭൗതിക ലോകത്തേക്ക് എന്റെ ഉമ്മ പ്രസവിക്കുന്നതിന്റെ മുന്നേ തന്നെ നല്ല കോട്ടൺ തുണികളെടുത്ത് കൃത്യമായി മുറിച്ചു വെച്ചിട്ട് ഞാൻ പ്രസവിക്കപ്പെട്ടപ്പോ അതിലാ എന്നെ പൊതിഞ്ഞിരുന്നത്. ഞാനങ്ങ് മൂത്രിച്ചു കഴിഞ്ഞാൽ വേഗം അതങ്ങ് മാറ്റിയിട്ട് ശുദ്ധമായ ശീലയിൽ അവര് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കൾ അവര് നജസിൽ കിടത്തിയിട്ടില്ല. നജസില്ലാത്ത റൂമിലല്ലേ മലായികത്ത് വരുന്നത്. അതേപോലെ തന്നെ ചപ്പുചവറുകളില്ലാത്ത വീടകങ്ങളിലല്ലേ റഹ്മത്തിന്റെ മലക്ക് വരുന്നത്. എന്റെ ഉമ്മ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മുടെ മക്കളെ നജസിൽ കിടത്താൻ നമുക്ക് മടിയില്ലല്ലോ.
എന്റെ ഈമാനുള്ള ഉമ്മമാരെ, അല്ലാഹു നമുക്ക് നല്ല മക്കളെ തന്നപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടിവസ്ത്രത്തിൽ ഇതുപോലെ കാഷ്ടവും മൂത്രവുമായിട്ട് ഇതേ വസ്ത്രം മണിക്കൂറുകളോളം അണിഞ്ഞു ധരിക്കുമ്പോ നമുക്കെത്ര അസ്വസ്ഥതകളുണ്ട്. ഇതേ അസ്വസ്ഥതകൾ നമ്മുടെ മക്കൾക്കുമില്ലേ? മിണ്ടാൻ കഴിയാത്തവരാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണോ? അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, മക്കളെ നന്നായി പരിചരിക്കണം. ആത്മീയ വിശുദ്ധത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഉമ്മമാര് ജീവിച്ച സമയത്ത് അവർക്ക് ഒരു വീട്ടിൽ തന്നെ 10-15 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. നാളെ രാവിലത്തെ ഭക്ഷണമാക്കണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കു ശേഷം തന്നെ തൊടുവിൽ ചെന്ന് പറമ്പുകളിൽ ചെന്ന് കമ്പുകൾ കൊത്തി നുറുക്കി റെഡിയാക്കി അടുപ്പിന്റെ ഭാഗത്ത് വെച്ചിട്ട് ആ കമ്പുകൾ ഉപയോഗിച്ച് അവർ 10-15 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അവര് മക്കളെ നോക്കുന്നിടത്ത് അവര് ഇളവ് വരുത്തിയിട്ടില്ല. എന്റെ ഉമ്മമാരെ, നമ്മൾ വിചാരിച്ചത് കേവലം നിസ്കരിക്കൽ മാത്രമാണ് ഇബാദത്തെന്നാണ്, നോമ്പ് നോൽക്കൽ മാത്രം ഇബാദത്തെന്നാണ്. എല്ലാ ഉമ്മമാരെ കൈകളിലും കൗണ്ടറുണ്ട്. സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷങ്ങൾ അവര് ചൊല്ലുന്നുണ്ട്. പക്ഷേ രാവിലെ കലാലയങ്ങളിലേക്ക് മദ്രസകളിലേക്ക് പറഞ്ഞു വിടുന്ന മക്കള് അവരുടെ തലയിൽ വൃത്തിയുള്ള തൊപ്പിയില്ല. 3/4 ടീഷർട്ടുമാണ് പലപ്പോഴും മക്കളെ വേഷം. നല്ല കനമുള്ള ചായ അവര് കുടിച്ചിട്ടില്ല. എന്റെ ഉമ്മമാരെ, നമ്മൾ സുഖിച്ചുറങ്ങുമ്പോ ഇതേ മക്കള് 10 മണിയാകുമ്പോ സ്കൂളിൽ പോകുമ്പോ എന്ത് രസമുണ്ട്. അവരുടെ മുടി ചീകി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഉച്ചക്കടക്കമുള്ള ഭക്ഷണം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ ഉമ്മമാരെ, ആത്മീയമായ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളിപ്പോ മക്കളെ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, മറ്റെല്ലാമാക്കി, എല്ലാം നമുക്ക് വേണം. പക്ഷേ അടിസ്ഥാനം റെഡിയാവണം. അവസാനം ഉപ്പമാരെ, എക്സ് പ്രവാസിയായി 55 വയസ്സും കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോ എന്റെ മകനെ ഞാൻ ഡോക്ടറാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മകന് വാപ്പയോട് ബഹുമാനമില്ല, ഉമ്മയോട് ആദരവില്ല. കാരണം ആദരിക്കേണ്ട രൂപം മക്കളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മയെ അനുസരിക്കാത്ത മക്കളുള്ള കാലമല്ലേ. എന്റെ ഈമാനുള്ള ഉമ്മ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്റെ ഉപ്പ, എന്റെ മക്കളും ഭാര്യയും വഴികേടാവാതിരിക്കാനുള്ള ആത്മീയമായ വല്ല പ്രിക്വേഷനും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നായി പരിചരിക്കണം. ആത്മീയമായ വിശുദ്ധത മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അതേപോലെ മക്കളെ നജസിനെ തൊട്ട് ഗൗരവമുണ്ടാക്കി കൊടുക്കണം. നമ്മുടെ സഹോദരിമാരലക്കുന്ന സമയത്ത് എന്റെ വഴലു കേൾക്കുന്ന ഉമ്മ, നമ്മുടെ വീടകങ്ങളിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീനിന്റെ പിന്നിൽ എന്റെ കമീസന്റെ ഭാര്യ ധരിക്കിടായിട്ട് അലക്കാറുണ്ട്. പക്ഷേ എന്റെ വീട്ടിലെ ചെറിയ മക്കളെ വസ്ത്രത്തിൽ നജസ് ഉറപ്പാണ്. ആ നജസുള്ള വസ്ത്രം വാഷിംഗ് മെഷീനിന്റെ പിന്നിലിട്ട് വെള്ളമടിച്ചിട്ട് അതിൽ സോപ്പോ മറ്റോ കലക്കിയാലും ആ വസ്ത്രത്തിൽ നിന്നുള്ള നജസ് വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. എന്നിട്ട് അതേ വാഷിംഗ് മെഷീനിന്റെ പിന്നിലേക്ക് എന്റെ ഭാര്യ എന്റെ കമീസും കൊണ്ടുപോയിടുമ്പോ ആ കമീസ് മുഴുവനും നജസാണ്.
വസ്ത്രമാണ്. എന്നിട്ട് ആ വസ്ത്രത്തിന്റെ മുകളിൽ വെള്ളം മുക്കിപ്പാരുന്ന സംവിധാനങ്ങൾ ഇപ്പൊ ഇല്ല. പണ്ട് ഒതുക്കുവെള്ളമെന്ന പേരിൽ നമ്മുടെ ഉമ്മമാരോരോ ഡ്രസ്സും എടുത്ത് അലക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളം ഒലിപ്പിച്ചിട്ടായിരുന്നു അത് ചിക്കിയിടാറുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെ സംവിധാനം നമ്മുടെ സഹോദരിമാർക്കില്ല. അങ്ങനെയുള്ള വസ്ത്രമിട്ടിട്ട് നമ്മൾ എത്ര സുന്നത്ത് നിസ്കരിച്ചാലും, ഞാൻ തറാവീഹ് 20 നിസ്കരിച്ചാലും, ളുഹ എത്ര റക്അത്ത് നിസ്കരിച്ചാലും അല്ലാഹുവിന്റെ അടുത്ത് എന്റെ നിസ്കാരം കാണൂല. എന്റെ ഉമ്മമാരെ, നല്ല നല്ല വീടാണ്, അതേപോലെ ഇന്റർലോക്ക് പതിച്ച വീടാണ്. പക്ഷേ വീടിന്റെ മുറ്റത്ത് ചൂല് കണ്ടിട്ട് ആഴ്ചകളായിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വീടകങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ആത്മീയമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ വഅ്ള് കേൾക്കുന്ന ഉമ്മ, ഇശാ മഗ്‌രിബിനിടയിലെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന റൂമിൽ വന്നിരുന്നിട്ട്, മോനെ ഇന്ന് ഉസ്താദ് എടുത്ത പാഠമേതാണ്, ഒന്ന് കൈവച്ച് ഓദിക്കുമോ ഉമ്മ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ മജ്‌ലിസിന്റെ മുന്നിൽ ഇരുന്നിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോക്കും മൊബൈലിനും അടിമപ്പെട്ടു നിന്നിട്ട്, എന്റെ ഉമ്മമാരെ, ഉമ്മയുടെ ലോകത്താണ്, വാപ്പയുടെ ലോകത്താണ്. എന്റെ മക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഫാത്തിഹ ഓതാൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കൾ പഠിക്കുന്ന റൂമിൽ വന്നിരിക്കണം. എന്നിട്ട് മക്കളോടുകൂടെ പഠിപ്പിക്കാൻ ഉമ്മമാരെ നമ്മളൊന്നൊരുങ്ങണം.